ഗൈസ്, കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം വിഷസ്. ദുബായിലായതുകൊണ്ട് ഭയങ്കര വലിയ സ്പെഷ്യലായിട്ടുള്ള ഓണമൊന്നും ആയിരിക്കില്ല. ഇപ്പം രാവിലെ അമ്പലത്തിൽ പോകാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ അമ്പലവും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സദ്യ, അങ്ങനെ ചെറിയ പരിപാടികളായിരിക്കും. അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, അപ്പം ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് ഞാൻ ഇന്നിടുന്ന ബ്ലൗസ്. അപ്പം ഞാനിന്ന് സെറ്റ് മുണ്ടാണ് കൊടുക്കുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ സെറ്റ് മുണ്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഫൈനൽ ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി ഉടുത്തതിൻ്റെ സെറ്റ് മുണ്ട് കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്, എന്നാലും കുറച്ച് അഡ്ജസ്റ്റബിൾ ആണ്. ഗൈസ്, ഇതാണ് ഞാൻ എന്നിടുന്ന എൻ്റെ ജുമുക്ക. എങ്ങനെയുണ്ട്? പിന്നെ ഞാൻ കുറച്ച് പച്ചയും കറുപ്പയും ഉപ്പിവളയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ഗൈസ്? അപ്പം ഞാനിതൊക്കെ ഇട്ടിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ജുമുക്കയൊക്കെ ഇട്ടു. എങ്ങനെയുണ്ട്? ഇതാണ് എൻ്റെ ജുമുക്ക ഗൈസ്. ജസ്റ്റ് കണ്ണെഴുതി ഐഷാഡോ ഇട്ടു, അത്ര തന്നെ. ഞാൻ ലിപ്സ്റ്റിക് ഇടണം, മുടിയൊന്ന് അയച്ചിടണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോഴത്തേക്ക് എൻ്റെ ലുക്ക് കഴിയും. അപ്പം ബൈ ഗൈസ്. അപ്പം ഞാൻ ജുമുക്കയൊക്കെ ഇട്ടു, സുന്ദരിയായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ കുറച്ച് ലിപ്സ്റ്റിക് കൂടെ മാത്രം ഇട്ടാൽ നമ്മുടെ ഫൈനൽ ഒരുക്കം കഴിയും. അപ്പം ഇതാണ് നമ്മുടെ സെറ്റ് മുണ്ട്. ഇതാണ് എൻ്റെ ബ്ലൗസ്. എങ്ങനെയുണ്ട് ഗൈസ്? റെഡിമെയ്ഡാണ്, പക്ഷെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടത്. കുപ്പികൾ ഇട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് ബ്ലാക്കും ഗ്രീനുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ കുപ്പിവള ഇടുന്നത്. ഞാൻ 2 കയ്യിലും ഇട്ടിട്ടുണ്ട്. ഗൈസ്, നമ്മളപ്പം അമ്പലത്തിലേക്ക് പോവുകയാണ്. ആരെങ്കിലും എൻ്റെ ഫുള്ളൊന്ന് കാണിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ഗൈസ്, പ്ലീസ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? അപ്പം നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം അമ്പലത്തിലെത്തിയതിന് ശേഷം കാണാം ഗൈസ്. അപ്പം നമ്മൾ അമ്പലത്തിൽ പോവുകയാണ്. ടാക്സിയിൽ കയറി. അപ്പം 2025 ഓണം ഭയങ്കര സ്പെഷ്യലൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഒരു ഫൺ അവധി കിട്ടി ഗൈസ് ആദ്യമായിട്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഓണത്തെപ്പറ്റി, കൊല്ലത്തെ ഓണത്തെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഗൈസ്? പ്രത്യേകിച്ചൊന്നുമില്ല, സന്തോഷം തന്നെ. എനിക്കും അതേപോലെ, ഞാനും സന്തോഷത്തിലാണ്. ഭയങ്കര സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പോലും ഒരു സന്തോഷം. ഓണമല്ലേ? അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഓണപരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും ഓണത്തിന് എന്താണ് പരിപാടി? ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ ക്ലബിൻ്റെ പരിപാടികളൊക്കെ രാവിലെ തുടങ്ങുമായിരുന്നു. രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് തുടങ്ങും. എന്നിട്ട് വൈകിട്ട് കായിക പരിപാടികളെല്ലാം കൂടി ചേർത്ത് അടിപൊളിയായിരുന്നു ഗൈസ്. ഇവിടെ നമുക്ക് പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. രാവിലെ റണ്ണിങ് റേസ് തുടങ്ങും. റണ്ണിങ് റേസ് തുടങ്ങിയതിന് ശേഷം പിന്നെ മറ്റേ സ്പൂൺ റേസ് അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? ലെമൺ അങ്ങനെ എന്തോ, പിന്നെ മുട്ടായി വറക്കൽ, പിന്നെ കുളങ്കര, പിന്നെ കസേര കളി, വെള്ളംകുടി മത്സരം, അങ്ങനെ തുടങ്ങി ലാസ്റ്റ് ഊറിയടി, വടം വലി. ഒരു കളറായിരുന്നു ഗൈസ്. പിന്നെ രാത്രി ലളിതാനം മുതൽ പദ്യപാരായണം മുതൽ അങ്ങനെ ഇഷ്ടം പോലെ പരിപാടികൾ ഉണ്ടായിരുന്നു ഗൈസ്. ഗൈസ്, നമ്മൾ തൊഴുതിറങ്ങി.
ഇത് അതിൻ്റെ കുറച്ച് ഉള്ളിലേക്ക് പോകുന്ന ഒരു ഏരിയ ആണ്. ഗൈസ്, അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ, അതായത് നോർമൽ ലഞ്ചല്ല, സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. സാരിയല്ല ഊരി ഗൈസ്, നല്ല ബുദ്ധിമുട്ടുണ്ട് സാരി ഉടുത്തിട്ട് കഴിക്കുന്നത് നമ്മൾ. ഓക്കെ, കമ്മിങ്. അപ്പം നമ്മൾ ടാക്സിയിലേക്ക് പോവുകയാണ് ഗൈസ്. നമ്മൾ എവിടെ പോവാണ്? ഓക്കെ, ഓയ്. അപ്പം അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. കഴിക്കുന്ന എന്തൊക്കെ ഇനി അവിടെ ഉണ്ടാവും എന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. എന്ത് പായസം എല്ലാം. ഓക്കെ, ബൈ ഗൈസ്. ഗൈസ്, നമ്മൾ ടാക്സിയിൽ കയറി. നമ്മൾ എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്? നമ്മൾ ദേപ്പൂട്ടിലാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. ഫുഡ് മത്ലബ് സദ്യ. സദ്യ അവിടെ ഉണ്ടാവോ? ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഇല്ല, ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഉണ്ടാവും ഗൈസ്. അപ്പൊ എന്തൊക്കെ കറികൾ ഇൻ ദ സെൻസ് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടെന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരും. ഏത് പായസമായിരിക്കും? എല്ലാ പായസം ഉണ്ടായിരിക്കും ഗൈസ്. 4 പായസം ഉണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. എന്തായാലും ഹാപ്പി ഓണം. പാൽപ്പായസം ഉണ്ടാവും. ഹാപ്പി ഓണം. ചേട്ടൻ കുറച്ച് ദൗത്യത്തിലാണ് ഗൈസ്. ആ സാരി അങ്ങോട്ട് ഊരിയപ്പോ നല്ല സുഖമുണ്ട് ആക്ച്വലി. കണ്ടു നിൽക്കുന്നവർക്ക് അത്ര സുഖമില്ല. ആണോ ഗൈസ്? നമ്മൾ ഇപ്പോൾ ദാ പറയുന്നതിന് മുന്നേ ദേപ്പൂട്ടിൽ എത്തുന്നതായിരിക്കും. ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും ഗൈസ്. ഗൈസ്, നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഓണസദ്യ കഴിക്കാൻ? ഓക്കെ, എന്തെങ്കിലും ഓണത്തിനെ പറ്റി, ഓണസദ്യയെ പറ്റിയിട്ട് എന്തെങ്കിലും? ഓണത്തിന് എല്ലാവർക്കും ഓണാശംസകൾ. Have a great sadhya with your favorite people. Like, have a great sadhya. Wishing you all the blessings for your life. Okay. What else you want me to say? Just tell me about me. Right, if I'm saying some words about like Aishwarya, or the main thing which I focus or like noticed in Aishwarya is a very hardworking girl. Wow. In the things which she is doing, like she always try to put all the 100% effort on that. True. That's a kind of a very appreciable thing. Thank you. Right. What else? അപ്പോ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ in a span of 4 or 6 months we can see that ഒരു വ്ലോഗിംഗ് കരിയറിൽ ഐശ്വര്യ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ഷീ വിൽ പോളിഷ് ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രമവും ഐശ്വര്യ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ് ഫോർ ദാറ്റ്. താങ്ക് യു. അപ്പം ദേപ്പൂട്ടിലെത്തിയിട്ട് കാണാം ഗൈസ്. ഗൈസ്, ദേ ഫുഡൊന്ന് മാറി നമ്മൾ ലാസ്റ്റ് ദേ ഫിഷിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം വേറൊന്നുമല്ല, അവിടെ ഒടുക്കത്തെ തിരക്ക്. നമ്മൾ ബുക്ക് ചെയ്തിട്ടായാൽ പോലും 2 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേ ഫിഷിലേക്കാണ് ഇപ്പൊ വന്നത്. ഗൈസ്, ദേ ഫുഡിൽ നിന്ന് നിങ്ങൾ ഡേ ഫിഷിലേക്ക് വന്നു. എന്താണ് നിങ്ങളുടെ പ്ലാനിങ്? നമ്മൾ ദേ ഫിഷിലേക്ക് വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം വിത്ത് വെജ് സദ്യ നമ്മൾ ഫിഷ് കൂടെ കൂട്ടി തട്ടാനാണ് നമ്മുടെ പ്ലാൻ. അത്രേ ഉള്ളു.
നമ്മൾക്ക് ആദ്യമേ കുറച്ച് സാമ്പാർ വെച്ച്, കുറച്ച് തോരൻ വെച്ച്, കുറച്ച് ഇത് വെച്ച്, കുറച്ച് ഇതും വെച്ച്, കുറച്ച് ഇതും വെച്ചിട്ട് നമ്മൾക്ക് ആദ്യത്തെ കഴിക്കാം. കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മൾ ഇത് കൂടാതെ കല്ലുമക്കായും പ്രോൺസ് ഫ്രൈയും വാങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ് സദ്യ? സൂപ്പർ. ഗൈസ് നമ്മൾ സദ്യ കഴിച്ചിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് നിങ്ങളുടെ അഭിപ്രായം? സൂപ്പർ സദ്യ ആയിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു കല്ലുമക്കായ? പ്രോൺസോ എങ്ങോട്ടായിരുന്നു സദ്യ? പായസം പാടില്ല ഇല്ല, പക്ഷെ വെള്ള കളറുടെ പായസം നല്ലായിരുന്നു. തണുത്തുപോയി പായസം. പിന്നെ 4 മണിക്ക് കഴിക്കാൻ വന്നു. ഗൈസ് അങ്ങനെ ഈ വർഷത്തെ ഓണവും കഴിഞ്ഞു. നല്ലൊരു ഓണമായിരുന്നു. കുറച്ച് പേര് ചേർന്ന് ഫുഡ് കഴിച്ചു, അത്ര തന്നെ. ഭയങ്കര സ്പെഷ്യൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൽ പോയി തൊഴുതു, കുറെ പ്രാർത്ഥിച്ചു, പിന്നെ ഇപ്പം നല്ലൊരു സദ്യ കഴിച്ചു. ഇനി അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി എന്തെങ്കിലും വൈകിട്ട് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്യാം. അല്ലാതെ ഇനിയിപ്പോൾ നേരെ പോവുക, ഉറങ്ങുക, അത്ര തന്നെ. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.